ധന്യ, സിദ്ദിഖിന്റെ എന്തെങ്കിലും വിവരം ഉള്ളതായിട്ട് അറിവുണ്ടോ? ഒരു വിവരവും ഇല്ല ചേച്ചി. മോനെ സിദ്ദിഖ് മടങ്ങി വാ എന്ന് നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ പോസ്റ്ററില്ലേ, അതാ ഇപ്പൊ ഫേസ്ബുക്കിൽ. അതായത് കാണാനില്ല, പേര് സിദ്ദിഖ്, വയസ്സ് 65, കയ്യിലിരിപ്പ് പീഡനമാണെങ്കിലും സിദ്ദിഖ് എങ്ങോട്ട് മുങ്ങി എന്താണ് എന്നൊന്നും നമുക്കിപ്പോൾ ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലേക്ക് സിദ്ദിഖ് ഇങ്ങനെ മുങ്ങി നടപ്പുണ്ട്. പിന്നെ സിദ്ദിഖിന്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അൻവർ വന്നതുകൊണ്ട് നമ്മൾ സിദ്ദിഖിനെ കുറച്ച് മാറ്റി നിർത്താം. തിങ്കളാഴ്ച വരെ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചിട്ട് എവിടെയോ സുഖലോലുപനായി തിന്നും കൊഴുത്തും മറ്റേ സന്തോഷിച്ചും TV കണ്ട് സിനിമ കണ്ടും ഒക്കെ ഇരിപ്പുണ്ടായിരിക്കും ആരുടെയോ സംരക്ഷണയിൽ. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അൻവർ ഇപ്പൊ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റേത് അതൊക്കെ വേറൊരു വിഷയമാണ്. നാളെ വരും, രാവിലെ വരും, ഉച്ചയ്ക്ക് പോവും, വൈകിട്ട് വീണ്ടും വരും, രാത്രി വീണ്ടും. ആ ഒരു അൻവറിന് കിടക്കുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത് ആ പിള്ളയെ കുറിച്ച് നാളുടെ കൂടെ പറയാം, വാർത്താ സമ്മേളനം നടത്തി. അപ്പൊ അതിനിടയിൽ സിദ്ദിഖ് മുങ്ങിപ്പോകരുത്. കാരണം സിദ്ദിഖ് ഒളിവിലാണ്. തിങ്കളാഴ്ച സുപ്രീം കോടതി ജാമ്യ ഹർജി പരിഗണിക്കൂ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കൂ. അപ്പൊ അതുവരെ സിദ്ദിഖ് ഇങ്ങനെ ഒളിച്ചുകളി നടത്തുകയാണ്. സിദ്ദിഖിനെ സംരക്ഷിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നു. ഇപ്പോ ഒരു നടനെ, ഒരു മെഗാസ്റ്റാറിനെ കേന്ദ്രീകരിച്ചാണ് ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത്. കാരണം ഈ ഭരണപക്ഷത്തുള്ള സ്വാധീനമുള്ള ഒരു മെഗാസ്റ്റാറാണ് സിദ്ദിഖിനെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അഭ്യൂഹങ്ങളാണ്. ചോദിക്കട്ടെ, നമ്മുടെ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ആ നടി വേറെ പല പ്രമുഖർക്കെതിരെയും പല ആരോപണങ്ങളും ഇപ്പൊ ഉന്നയിച്ചിട്ടുണ്ട്. ഇവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉള്ളതായിട്ട് തനിക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്തു, അതാരും അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചു, നാളെ ധന്യയുടെ പേരിൽ അങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് ധന്യ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നും ഇവൾ പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ അതിലൂടെ ഞാനും പിടിക്കപ്പെട്ടാലോ അവളെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്കൊരു തോന്നൽ വന്ന് ധന്യയും കൂടെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്ന അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒരു പറയാൻ പറ്റില്ല. കാരണം ആ സ്ത്രീ പറയുന്നതൊന്നും ഈ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 14 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ സ്വന്തം കാര്യം പറയുന്നതിന് നമുക്ക് അങ്ങനെ എടുക്കാം. അതെ, ഇപ്പൊ അവരുടെ കാര്യം പറയണം, എന്നെ ഇങ്ങനെ ചെയ്തു, അതിൽ വിശ്വസിക്കാമോ ഇല്ലയെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ പറയുന്നതല്ല, വേറെ ആൾക്കാരുടെ പേരിലാണ്, മറ്റു നടിമാരുടെ പേരിൽ, മറ്റു സ്ത്രീകളുടെ പേരിൽ അവര് വന്ന് പറയണം. അവരാണത് വന്ന് പറയേണ്ടത്, ഞാൻ ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതല്ല ഈ സ്ത്രീ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് സിദ്ദിഖിന്റെ കേസിൽ ആ സ്ത്രീ ആരോപണങ്ങൾ തെളിവെടുപ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ ഇവർ പറയുന്ന, മുകേഷിനെതിരെ പറഞ്ഞവർ പറയുന്ന ആരോപണങ്ങളിൽ ആരോപണ വിധേയരായിട്ടുള്ള സ്ത്രീകളോട് തെളിവെടുപ്പ് നടത്തിയാൽ അതെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മെഗാസ്റ്റാറുകളും വീണുടയും എന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു ട്രോളല്ലേ, ഇന്ന് ഞാൻ രാവിലെ ഏതോ ഒന്നിൽ വായിച്ചതാണ്, മലയാള സിനിമയിലെ നടന്മാരുടെ എല്ലാ ലൈംഗിക ശേഷി പരിശോധിക്കണം. സത്യത്തിൽ മലയാള സിനിമ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് അറിയില്ല. ഇനി എല്ലാരും കോടതിയിൽ പോയിട്ട് എനിക്ക് ലൈംഗിക ശേഷി ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ തരത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ബലാത്സംഗം എന്നുള്ളത് മനസ്സിലാക്കൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പരിശോധന നടത്തുകയാണ്, അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാവരും കടുക്കവെള്ളം കൂടി തുടങ്ങി, നല്ല കട്ടിക്ക് കുടിക്കുന്നു. അതെ, എങ്ങനെയെങ്കിലും ഈ ശേഷി ഒന്ന് പോട്ടെ എന്ന് കരുതി. എന്തായാലും ഇപ്പോൾ നമ്മളിതൊരു മറ്റൊരു വിഷയമാക്കി തന്നെ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ വെളിപ്പെടുത്താനും പറ്റൂല ഇനിയും. കാരണം സിദ്ദിഖിന്റെ വിഷയമല്ല, വീണുടഞ്ഞ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോ ഒന്നിലും പെടാതെ ഞങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്കെതിരെ ഒക്കെയാണ് ഇപ്പോ വലിയ രീതിയിലുള്ള പരാതികൾ വരുന്നത്. നമ്മൾ ചിരിക്കുന്നു അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. അതെ അതെ, ആരെപ്പോ എവിടെ കൂടെ പരാതിയുമായി വരും. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നവർക്കൊക്കെ വേറൊരു മുഖം ഉണ്ടെന്ന് അറിഞ്ഞത് ഒരുപക്ഷെ അത് തന്നെ ആർക്കാ വേറൊരു മുഖം ഇല്ലാത്ത ഉണ്ട്. പക്ഷെ സിനിമയിൽ ഈ നായകന്മാരെന്ന് പറഞ്ഞ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ഹീറോ ആയ കുറെ താരങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെയും അത് പറഞ്ഞു, അത് അവരുടെ ജോലിയാണ്. ഇപ്പൊ എല്ലാവരും എന്തിനാ ഈ നടീനടന്മാരെ ആരാധിക്കുന്നത്? നടീനടന്മാർ വരുമ്പോൾ ഈ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ തിങ്ങി നിറയുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് മാധ്യമപ്രവർത്തനം ചെയ്യുന്നു, അതുപോലെ ഓരോ ഓഫീസിലും ആൾക്കാർ അവരവരുടെ ജോലി ചെയ്യുന്നു. അതുപോലെ ഇത് അവരുടെ ജോലിയാണ് അല്ലേ? അവരെ അല്ലാതെ ഈ പ്രത്യേക കഴിവുകളുള്ളവരോ ഈ 10 വില്ലന്മാർ വരുമ്പം പറ അടിച്ചിടുന്നത് പോലെ അവർ റിയൽ ലൈഫിൽ അങ്ങനെ അല്ല എന്നുള്ളത് എല്ലാവർക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ എല്ലാം ഇങ്ങനെ ആരാധിക്കുന്നത്? വ്യക്തികളെയല്ല ചേച്ചി ആരാധിക്കുന്നത്, കഥാപാത്രത്തെ. മോഹൻലാൽ അഭിനയിച്ച 6-ാം തമ്പുരാൻ സിനിമയിലെ ആ മോഹൻലാലിന്റെ കഥാപാത്രത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇപ്പൊ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ആ കഥാപാത്രം കണ്ടു കഴിയുമ്പോ
അതവിടെ മറക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ തൂവാനത്തുമ്പികൾ സിനിമ എവർഗ്രീൻ മോഹൻലാൽ ഹിറ്റാണ്. അതൊരിക്കലും നമുക്ക് മറ്റൊരു നടനെ നമുക്ക് അവിടെ പ്രതീക്ഷ. മമ്മൂട്ടിയുടെ ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇൻഹരിഹർ നഗറിലെ രണ്ടുപേരിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആ സിനിമയിലെ പല കഥാപാത്രങ്ങളെയും ഇപ്പോൾ അപ്പുകുട്ടനെയും തോമസ് കുട്ടിയെയും ഒന്നും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാം. അത് കഥാപാത്രങ്ങളാണ്. അവര് ആ സിനിമകളൊക്കെ വീണ്ടും വീണ്ടും കണ്ടാൽ നമ്മൾ മലയാളികൾ ചിരിക്കും. പക്ഷെ ഇവരൊക്കെ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ അഭിനയിക്കുന്നവരാണ് എന്നുള്ളത് പുറത്തു വരാൻ പണ്ടേ പലരും പറഞ്ഞു വന്നതല്ലാതെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നത് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പലർക്കും ധൈര്യം വന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിദ്ദിഖ് ഒരു പാഠമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കാം, അത് കഴിഞ്ഞ് കോടതി ജാമ്യം നിഷേധിച്ചാൽ പലരുടെയും സഹായത്തോടെ നമുക്ക് മുങ്ങാം. എന്നിട്ട് മുങ്ങാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും അങ്ങനെ മുങ്ങാൻ പറ്റില്ല. അല്ല, സാധാരണക്കാർക്ക് പറ്റില്ല. അതാ സ്വാധീനമുള്ള സിനിമയിലെ പലരും ചിന്തിക്കുന്ന അതാണ്. നമുക്ക് സ്വാധീനമുണ്ട്, പണമുണ്ട് എങ്കിൽ, രാഷ്ട്രീയ തലത്തിൽ നമുക്ക് സഹായിക്കാൻ കഴിവുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും മുങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിദ്ദിഖിന്റെ അവസാനം സുകുമാരക്കുറുപ്പിനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്ന് വെച്ചാൽ സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കാനേ കഴിയാത്തവർ സിദ്ദിഖിന് പാതാളത്തിലേക്ക് വല്ലതും പോയോ, അതോ വിളിച്ചതുപോലെ വല്ല ബഹിരാകാശത്തോളം 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, കാത്തിരിക്കൂ, പിടിച്ചോണ്ട് വരും. അല്ല, വരവൊന്ന് ആര് പിടിക്കാനോ ചേച്ചി? ആര്? പിണറായിയുടെ പോലീസ് പിടിക്കാനോ? എവിടെ? പിണറായിയുടെ പോലീസിനൊന്നും ഇപ്പൊ അതിനുള്ള സമയം ഇല്ല. അവർക്ക് വേറെ പല കാര്യങ്ങളിലും അവർ തിരക്കിലാണ്. അവർക്ക് സിദ്ദിഖിന്റെ പുറകെ ഓടാനൊന്നും സമയമില്ല. എനിക്ക് തോന്നുന്ന ഈ ചുമ്മാ ഇരുന്ന് അൻവറിനെ ഇളക്കിക്കൊണ്ട് വന്നത് സിദ്ദിഖിനെ രക്ഷപ്പെടുത്താനാണോ എന്നുള്ളത്. ഇത് കളിയാണ്. ഈ മാധ്യമങ്ങളെല്ലാം വിഡ്ഢികളായിട്ട് അൻവർ അങ്ങനെ പറഞ്ഞു, അൻവർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ അവസാനം വിഡ്ഢികളാകുമോ എന്നുള്ളതാണ്. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ സിദ്ദിഖ് വരും. അൻവറിന്റെ വിഷയം കത്തി നിൽക്കുന്നത് കൊണ്ട് സിദ്ദിഖ് വരുന്നതും ആരും അറിയില്ല, പോകുന്നതും ആരും അറിയില്ല. നമ്മളിപ്പോ വാർത്ത ചെയ്താൽ പറയും 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇവളുമാർക്ക് രാവിലെ വന്നിരുന്ന് ഈ കുൽസിതം പറയാനേ നേരമുള്ളൂ. അതൊരു വിഭാഗം. ആൾക്കാർ പല വിഭാഗമുണ്ട്. പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, സിനിമ സീരിയൽ ബന്ധപ്പെട്ട വാർത്തകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതൊന്നുമല്ലാതെ കുൽസിതം മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ തൃപ്തിപ്പെടുത്തി പോവാനും കഴിയുന്നത് പോലെ മീഡിയ മലയാളം എല്ലാ ആസ്വാദകരെയും എല്ലാ വാർത്താപ്രേമികളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ സിദ്ദിഖ് പിന്നെ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളൊക്കെ കോടതി പൊളിച്ചടിക്ക് കൈ കൊടുത്തു. ഇപ്പോൾ ഇരയുടെ സ്വഭാവശുദ്ധിയൊന്നും നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, സർക്കാരിന് നല്ലത് കൊടുത്തു, നിശബ്ദത പാലിച്ച് ഇങ്ങനെ. പിണറായിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും അത് കേൾക്കാത്ത മട്ടാണ്. മിണ്ടുമ്പോൾ മാത്രം ജോൺ ബ്രിട്ടാസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എഴുതി കൊടുക്കുന്നത് മാത്രം വന്നിരുന്ന് വായിച്ചിട്ട് പോകും. അതിൽ ഒരു വരി തെറ്റുണ്ടെങ്കിൽ പിണറായി അതുവരെ വായിച്ചിട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ഈ രണ്ടുപേര് പറഞ്ഞില്ല, അവരല്ല വിശ്വസ്തരായി ഇരിക്കുന്നവർ ആരെഴുതി കൊടുത്താലും പിണറായി വായിക്കും. അപ്പൊ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നിടത്തോളം കാലം ഇതുപോലുള്ള എന്താ പറയുക, ആ വാക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാമവീരന്മാർ അങ്ങനെ തന്നെ പറയണം. ആ വാക്കൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണെന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങനെയുള്ളവരെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? കാരണം ഒരു പെൺകുട്ടിയെ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ആ പെൺകുട്ടി അനുഭവിച്ചൊരു വേദന ഉണ്ടാവുമല്ലോ, അത് സിദ്ദിഖ് അനുഭവിക്കാതെ പോകരുത് എന്നുള്ളതാണ്. കാരണം ആ പെൺകുട്ടി ഒരു റൂമിൻ്റെ അകത്ത് പൂട്ടിയിട്ടിട്ട് അവളെ അതിക്രൂരമായി ഇവരൊക്കെ എന്താണ് വിചാരിച്ചു വെച്ചേക്കുന്നത്? ഒരു 5 മിനിറ്റത്തെ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ 10 മിനിറ്റത്തെ എന്തെങ്കിലും ഒരു സുഖത്തിന് വേണ്ടി ഒരു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ഇവൾ ഇതൊക്കെ അങ്ങ് മറന്ന് പൊടി തട്ടി അങ്ങ് പോകും. പിന്നീട് നമുക്കൊക്കെ രാഷ്ട്രീയ സ്വാധീനവും സിനിമയിൽ സ്വാധീനവും പണവും ഉള്ളതുകൊണ്ട് പിന്നീട് ആരും ഇതൊന്നും, അതൊക്കെ കാലങ്ങൾ മാറി എന്നുള്ള ആറ്റിറ്റ്യൂഡിന്റെ മെയിൻ റീസൺ എന്താണെന്ന് തന്നെ അറിയാമോ? സ്ത്രീകൾ അവർക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ പുറത്ത് പറയാൻ മടിക്കും. കാരണം സമൂഹം അവരെ നോക്കി കൊഞ്ഞനം കുത്തും. ഇവൾ മോശക്കാരി ആയതുകൊണ്ടാണ് അവളോട് അങ്ങനെ ഒരു ചില കമന്റിൽ നമ്മുടെ വീട്ടിലും ഉണ്ട് പെണ്ണുങ്ങൾ, അവരോടൊന്നും ആരും ഇങ്ങനെ ചെയ്യുന്നില്ല, നീ പോയത് കൊണ്ടല്ലേ നിന്നെ നമ്മുടെ വീട്ടിലുണ്ട് പെണ്ണുങ്ങൾ എന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അറിയാം അവർ അനുഭവിച്ചിട്ടുള്ള ദുരനുഭവങ്ങൾ. ഒരു നോട്ടം കൊണ്ടെങ്കിലും ഒരു പുരുഷൻ ഒരു വേറൊരു രീതിയിൽ നോട്ടം കൊണ്ടെങ്കിലും ഒരു സ്ത്രീയെ ഉപദ്രവിച്ചിട്ടില്ലാത്തതായിട്ട് ഒരു സ്ത്രീയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു കാര്യം കൂടെ പറഞ്ഞോളാം. പല സ്ത്രീകൾ ഈ കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനെ പലരും വാഴ്ത്തിപ്പാടാറുണ്ട്.
കൂട്ടുകുടുംബങ്ങൾക്കുള്ളിൽ തന്നെ ബന്ധുജനങ്ങളിൽ നിന്ന് പോലും പല മോശം അനുഭവങ്ങൾ പല സ്ത്രീകൾക്കും ചെറിയ പ്രായങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ പാട്ട് വളരെ ഹിറ്റായി ഒരുപാട് പേർക്ക് അത് കൊണ്ടു. അപ്പൊ അത് ആലോചിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഈ സമൂഹത്തിലെ പുരുഷന്മാരെല്ലാം അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ, ഈ തിരിഞ്ഞവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇതുപോലെയുള്ള നരാധമന്മാർ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഈ സംഗീതത്തെ പറ്റി അപ്പൊ ഞാൻ 1-2 പേരോട് ഞാൻ ചോദിച്ചായിരുന്നു, എന്തിനാണ് അവരെ ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത്? അവർക്ക് പറയാനുള്ളത് എന്റെ പേര് പെണ്ണ്, ആ പാട്ട്. എനിക്ക് ഓരോ പ്രായത്തിലും അത് അനുഭവിച്ച പീഡ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പറയുന്ന കാര്യം അതായിക്കോട്ടെ, പക്ഷെ അതൊരു മ്യൂസിക് ആണോന്ന്. അവരുടെ മ്യൂസിക് എങ്ങനെ വേണമെന്ന്, AR റഹ്മാൻ എങ്ങനെ മ്യൂസിക് ചെയ്യണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചെയ്തു. അതും ഞാൻ ഇപ്പൊ ആരെങ്കിലും കേട്ട AR റഹ്മാനുമായിട്ടാണോ അവരെ കമ്പയർ ചെയ്യുന്നതെന്ന് പറയും. ഓരോരുത്തരും റഹ്മാന്റെ കൈവിൽ ജീവിക്കുന്നു, അവരുടെ കൈവിൽ ജീവിക്കുന്നു. എന്തായാലും ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മകനെ സിദ്ദിഖെ മടങ്ങി വാ, കാത്തിരിക്കുന്ന കേരള പോലീസും ജനങ്ങളും, ഒപ്പം പീഡിപ്പിക്കപ്പെട്ട ഇരയും. അതെ, മകനെ എന്നൊക്കെ വിളിക്കുന്ന അത്ര സ്നേഹമാണ്.